തത്വശാസ്ത്രപരമായി ഓരോ ഹൈന്ദവ ക്ഷേത്രങ്ങളും കേവലം ഒരു ആരാധനാലയമോ അല്ലെങ്കിൽ ഒരു സമൂഹം ഒത്തുകൂടുന്ന സ്ഥലമോ അല്ല, മറിച്ച് നമുക്കതിനെ ഒരു പ്രപഞ്ചത്തിന്റെ പരമോന്നത അധികാരത്തിന്റെ വാസസ്ഥലമായി കണക്കാക്കാം. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ക്ഷേത്രം എന്നത് ഭഗവാന്റെ ഭവനമാണ്. ഇന്ത്യൻ പുരാതന സാഹിത്യവും ശില്പഗ്രന്ഥങ്ങളും അനുസരിച്ച് ഓരോ ഹിന്ദു ക്ഷേത്രത്തെയും ഭഗവാന്റെ മനുഷ്യ ശരീരമായാണ് കണക്കാക്കുന്നത്. ഇതനുസരിച്ച് ഓരോ ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളെ പാദ, ജംഗ, ശിഖരം, മസ്തക എന്നിങ്ങനെ വിളിക്കുന്നു. ഹിന്ദു ദേവാലയത്തിന്റെ ആരാധനാമൂർത്തികളിൽ ഏറ്റവും പ്രധാനിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ചിലർക്ക് കാമുകൻ, മറ്റു ചിലർക്ക് യുദ്ധതന്ത്രജ്ഞൻ, ചിലർക്ക് ചിന്തകൻ എന്നിങ്ങനെ പല പരിവേഷണങ്ങളുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്. ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നതും മനോഹരമായ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. എറണാകുളം ആലുവ റൂട്ടിൽ ചങ്ങമ്പുഴ പാർക്കിന് എതിർവശത്തായി പടിഞ്ഞാറ് ദർശനമായി സ്ഥിതി ചെയ്യുന്ന തൃക്കോവിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. അവയെല്ലാം ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ്. തൃക്കോവിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. ഏകദേശം 1500-നും 2000-നും വർഷത്തിന് ഇടയ്ക്ക് പഴക്കമുള്ള ക്ഷേത്രമാണ് തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സമുച്ചയം. ഇവിടെ മെയിൻ പ്രതിഷ്ഠയായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, മഹാദേവ ക്ഷേത്രം, ഉപദേവന്മാരായിട്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ശാസ്താക്ഷേത്രം, ഗണപതി ക്ഷേത്രം, നാഗരാജാക്കന്മാർ. ഇതിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെക്കാട്ടിലും പഴക്കമുണ്ടെന്നാണ് പഴമക്കാരുടെ കണ്ടുപിടുത്തം. തൃക്കോവിൽ മഹാദേവ ക്ഷേത്രം ധനുമാസത്തിൽ വെളുത്തപക്ഷ ദ്വാദശി ആറാട്ടായിട്ടാണ് ഇവിടെ ഉത്സവം കൊടിയേറാറുള്ളത്. 7 ദിവസത്തെ അഹസായിട്ടാണ് ഇവിടെ ഉത്സവം നടത്തുന്നത്. 8-ാം ദിവസം ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കുന്നു. 2 ക്ഷേത്രത്തിലെയും കൊടിയേറി 3-ാം ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവേലിയും 4-ാം ദിവസം ശിവക്ഷേത്രത്തിലെ ഉത്സവേലിയും 5-ാം ദിവസം മഠത്തിലെഴുന്നള്ളിപ്പ്, 6-ാം ദിവസം ചെറിയ വിളക്ക്, 7-ാം ദിവസം വലിയ വിളക്ക്, 8-ാം ദിവസം ആറാട്ടോടുകൂടിയാണ് ഉത്സവം സമാപിക്കുന്നത്. മറ്റ് വിശേഷ ദിവസങ്ങൾ മഹാദേവ ക്ഷേത്രത്തിൽ ധനുമാസത്തിൽ തിരുവാതിര, പിന്നെ മഹാശിവരാത്രി ഇവ കൊണ്ടാടുന്നുണ്ട്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി മെയിൻ മഹോത്സവമായിട്ടും വിഷു, തിരുവോണം എന്നീ ദിവസങ്ങളിൽ ഗംഭീരമായിട്ടും ആഘോഷിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ മാർച്ച് 12-ാം തീയതിയാണ് ഇവിടെ പ്രതിഷ്ഠാദിനം നടത്താറുള്ളത്. പുനഃപ്രതിഷ്ഠ നടത്തിയത് മാർച്ച് 12-ാം തീയതിയാണ്. അതുകൊണ്ട് മാർച്ച് 12-ാം തീയതി പ്രതിഷ്ഠാദിനം വരുന്നതനുസരിച്ച് ഇവിടുത്തെ ദശാവതാരം ചന്ദനചാർത്ത് നടത്തുന്നു. ദശാവതാരം ചന്ദനത്തിന് നാനാദേശത്തു നിന്നും ഭക്തജനങ്ങൾ ഒഴുകിയെത്താറുണ്ട്. ഉത്സവത്തെക്കാളും കൂടുതൽ ഭക്തജനങ്ങൾ ഇവിടെ ദശാവതാരം ചന്ദനചാർത്ത് തൊഴുവാനാണ് വരുന്നത്. മാധവ മധുസൂദന ഒരിക്കൽ കൗരവ സദസ്സിൽ ദൂതു പറയാൻ ഭഗവാൻ കൃഷ്ണനെത്തി. എന്നാൽ സഭയിലെത്തിയ ഭഗവാനെ പിടിച്ചുകെട്ടാനായിരുന്നു ദുര്യോധനൻ കർണനോട് ആജ്ഞാപിച്ചത്. ആജ്ഞ ശിരസാൽ വഹിക്കാൻ കർണനും ദുര്യോധനാദികളും ഭഗവാന്റെ അടുത്തെത്തി. എന്നാൽ ക്ഷിപ്രകോപിയായ ഭഗവാൻ തൻ്റെ വിശ്വരൂപം കാണിക്കുന്നു. ഇതു കണ്ടു ഞെട്ടിയ ഏവരും മോഹാലസ്യപ്പെട്ട് വീഴുകയും ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ഭഗവാൻ ശാന്തനുമാകുന്നു. അങ്ങനെയുള്ള ക്ഷിപ്രപ്രസാദിയായ ഭാവത്തിലാണ് ഭഗവാൻ വിഷ്ണു ഇവിടെ കുടികൊള്ളുന്നത്. അതുകൊണ്ട് ഭക്തരുടെ ഏത് പ്രാർത്ഥനയും ഭഗവാൻ കനിഞ്ഞനുഗ്രഹിക്കുന്നു. മറ്റൊരു പ്രത്യേകത, വിവാഹം കഴിക്കാത്ത യുവതീ യുവാക്കൾ 7 വ്യാഴാഴ്ച അടുപ്പിച്ച് കദളിപ്പഴം നിവേദിച്ച് പ്രാർത്ഥിച്ചാൽ മാംഗല്യയോഗമുണ്ടാകും എന്നുള്ളതാണ്. പാൽപ്പായസം, കദളിപ്പഴം നേദിക്കൽ, തൃക്കൈവെണ്ണ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ
പഴമക്കാർ പറയുന്നത് ഇവിടെ സ്വർണ്ണക്കൊടിമരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പണ്ട് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ടിപ്പു ആലുവയിൽ തമ്പടിച്ചിരിക്കുന്ന സമയത്ത് ടിപ്പുവിൻ്റെ ആക്രമണം പേടിച്ച് ഇവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണക്കൊടിമരം കുറിച്ച് മുൻവശത്തുണ്ടായിരുന്ന പോളക്കുളത്തിലിട്ടു എന്നുള്ളതാണ് പഴമക്കാർ പറയുന്നത്. ആഗമസാരം ആഗമസാരം യോഗി വിചാരം ആഗമസാരം